ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ കുംഭഭരണി സ്പെഷ്യലായിട്ടുള്ള കൊഞ്ചും മാങ്ങയും കറി എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്ക് മാങ്ങ പറിക്കാൻ പോകാം. നമ്മുടെ കൊഞ്ചും മാങ്ങയും വെക്കാനുള്ള ഇതിന് മാങ്ങ പറിക്കാൻ വന്ന കാശി നമ്മുടെ മാവേൽ മാങ്ങ കൈ എത്തുന്നിടത്തൊക്കെ കൊച്ചു മാങ്ങയാണ് നിൽക്കുന്നത്. കാശിക്കുട്ടൻ വലിയ മാങ്ങ പറിക്കുന്നു. എനിക്ക് താഴെ വീഴും, അങ്ങനെ വെച്ചാൽ താഴെ വീഴും. എനിക്ക് അങ്ങനല്ല അത് മൊത്തത്തിലൊന്ന് വളയാൻ വയ്ക്കുക. അങ്ങോട്ട് എന്നാ ഇങ്ങോട്ട് വലിക്കും. നിൽക്കി അത് പോവും. അമ്മ വലിക്കാൻ നീ പറിക്കേ. പിടിച്ചേ, ഇതൊന്ന് പിടിച്ചേ. നമ്മുടെ തോട്ടി എന്ന് പറയുന്നത്, അയ്യോ തോട്ടി പിരിഞ്ഞു, മോപ്പ നമ്മുടെ തോട്ടിയായിട്ട് ഉപയോഗിച്ചത്. കറി 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 കയറാം. അങ്ങനെ നമുക്ക് വിളഞ്ഞ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഓക്കെ കാശി, നാളെ മറ്റന്നാളത്തേക്ക് ഇത് പഴുത്തേന്. നല്ല വിളഞ്ഞ നമ്മുടെ കാശി പറിച്ച മാങ്ങ പഴുത്തു പോയി. മധുരം വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ അവർ തിന്നു, ബാക്കി ഇവിടെ വെച്ചിട്ട് പോയേക്കുക. അപ്പോൾ നമുക്ക് കൊഞ്ചും മാങ്ങയും കറി എങ്ങനെയാണ് വയ്ക്കുന്നത് നോക്കാം. കൊഞ്ച് നമ്മൾ കഴുകി വെച്ചേക്കുവാണ്. വറുത്ത് തലയൊക്കെ എടുത്ത് അത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. മാങ്ങ അരിഞ്ഞ് വെച്ചേക്കുന്നു. ഒരു 5 പച്ചമുളക്, 7-8 കൊച്ചുള്ളി, ചുമന്നുള്ളി, പിന്നെ ഒരു 3/4 ഭാഗം തേങ്ങ, കറിവേപ്പില. അതിനകത്തോട്ട് നമ്മൾ ഒരു മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇടണം. 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി 1.5 സ്പൂണാണ് മുളക് പൊടി നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ടീസ്പൂൺ അളവിലാണ് ഇതെല്ലാം എടുത്തേക്കുന്നത്. മല്ലിപ്പൊടി ഇതിനി ഒന്ന് അരച്ചുകൊണ്ട് വരണം. നമ്മളത് മിക്സിയിലിട്ട് അരയ്ക്കുമല്ല, ഒന്ന് ചതച്ചാൽ മതി. തോരനൊക്കെ ചതയ്ക്കുന്ന പോലെ ഒന്ന് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചട്ടിയിലാണ് ഇത് ചെയ്യുന്നത്. ചട്ടിയിലേക്ക് ആദ്യം മാങ്ങ ഇടുക, പിന്നെ മാങ്ങയും മുളക് കൂടി ഇടുക. ആദ്യം നമ്മൾ അതിട്ടിട്ടുണ്ട്. മാങ്ങയും മുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ തലയെ കളഞ്ഞ് വെച്ചേക്കുന്ന, വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ച് അതിലേക്ക് നമ്മൾ ഈ ചതച്ചുകൊണ്ട് വന്നേക്കുന്ന ഒരു അരപ്പൊടി ഇട്ടിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി അതിൽ വെള്ളം അതിലേക്ക് ഒഴിക്കുക. അധികം വെള്ളമൊന്നും ഒഴിക്കരുത്, ഒരു അര ഗ്ലാസ് വെള്ളം, ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അതൊന്ന് കൈകൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ മൂടി തന്നെ ഒന്ന് ഒതുക്കി വയ്ക്കുക. ഒരു കാര്യം മറന്നുപോയി, ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കുക. അതിന് ശേഷം നമുക്ക് ഇളക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ്. ഒന്ന് ഒതുക്കി ഇതിന് ശേഷം ഗ്യാസ് ഓണാക്കിയിട്ട് തീയിടാം. അതിനുശേഷം തീ കുറച്ച് വെക്കണം. നമ്മൾ മുമ്പേ ഒഴിച്ചില്ലേ, ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ വേണം അത് ആവാനായിട്ട്. നമ്മൾ അടച്ച് വയ്ക്കുക ഒരു 10 മിനിറ്റ്. നമ്മൾ സിമ്മി വെച്ച് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഈ അവസ്ഥയിലോട്ടായിട്ടുണ്ട്. മാങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, കുറച്ച് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി. ആവശ്യത്തിന് അതിനകത്ത് വെള്ളമുണ്ട്, അടുക്കി പിടിക്കത്തില്ല. പിന്നെ ഉപ്പ് നോക്കണം, കറക്റ്റ് പാകത്തിന് ഉപ്പാണോ എന്ന് നോക്കണം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്, പുളിയുണ്ട്.
എരിവും പാകത്തിനുണ്ട്. നമ്മൾ 5 പച്ചമുളക് ഇട്ടിരുന്നതിനകത്ത് എരിവും പാകത്തിനുണ്ട്. ഒരു ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഇച്ചിരി നമുക്കൊന്ന് തീ കൂട്ടി വയ്ക്കാം. വെള്ളം ഒന്ന് പറ്റാൻ വേണ്ടി ശകലം തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് അടച്ചുകൂടെ വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കാം. വെള്ളമൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട്. മാങ്ങയൊക്കെ വെന്തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മൾ നോക്കിയാണ് കറക്റ്റാണ്. മാങ്ങയൊക്കെ വെന്തുടങ്ങിയിട്ടുണ്ട്. പച്ചമുളകൊക്കെ ആയിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ അളവിൽ ഒഴിക്കാം. എരിയും ഉപ്പും പുളിയും എല്ലാം കൂടെ അതിന് ശേഷം തീ ഓഫ് ചെയ്തു. അതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ആവിയിലൊന്ന് വെളിച്ചെണ്ണയുടെ മണവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ തുറന്ന് ഒന്ന് ഇളക്കണം. നമ്മുടെ കൊഞ്ചും മാങ്ങ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ആദ്യം. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. ഓക്കേ.